ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ ആ ചടങ്ങിൽ വെച്ച് ഞാൻ വൈലന്റ് ആവും. എല്ലാ ചടങ്ങുകളും മുടങ്ങുകയും ചെയ്യും. പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വരില്ല. ആ, വരാതിരുന്നാ എല്ലാവർക്കും കൊള്ളാം. ദുർഗേ, അവളോട് ഉണ്ടായിരുന്നല്ലോ. ഫോൺ വരുന്നവരെ എന്റെ കൂടെ ഇരുന്നതാ, ഇപ്പൊ കാണുന്നില്ല. ഫോൺ വന്നപ്പോഴേ ഞാൻ ആക്ച്വലി പോയത്. ഇല്ലില്ല, ഞാൻ നോക്കിക്കോളാം. ചെറിയ ഈ ഫോൺ ഒന്ന് പിടിച്ചാ, ഞാൻ നോക്കിട്ട് വരാം. കയ്യില് പൈസ ഉണ്ടോ? ഒന്ന് പോകച്ചേ. ഒന്നും പറ്റില്ലല്ലോ. എന്തേലും പറ്റിയോ മോളെ? നോക്കട്ടെ, എന്തേലും പറ്റിയോടാ? മോളെ ഓക്കെ അല്ലേ? മോളെ, ഞാൻ ആകെ പേടിച്ചു പോയി മോളെ. മോളെ കാണാതെ ഞാൻ തിരക്കി വരികയായിരുന്നു. ദുർഗ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു അബദ്ധം പറ്റിപ്പോയതാ. സോറി. താൻ ചെല്ല്. ആണോ? ഞാൻ കണ്ടു മോളെ. ടീച്ചർ എന്നെ രക്ഷിച്ചതിന് താങ്ക്സ് പറ. താങ്ക്സ് പറ. എനിക്ക് മനസ്സിലായി. അന്ന് അമ്പലത്തിൽ വെച്ച് മോളെ രക്ഷിച്ചതല്ലേ? അല്ല, മോള് വീണതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. സാരമില്ല, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ശരിയായിക്കോളും. അതെ. അല്ല, ചടങ്ങ് തുടങ്ങാൻ സമയമായല്ലോ. വാ പോവാം. അല്ല, ദുർഗ വരുന്നില്ലേ? ചേച്ചി പോയിക്കോ, ഞാൻ വന്നോളാം. മോളെ രക്ഷിച്ചതിന് എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. വാക്കുകളിൽ ഒതുക്കി പറഞ്ഞ അത് കുറഞ്ഞു പോവും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചേച്ചി. ധനി നമ്മുടെ കുഞ്ഞല്ലേ. പിന്നെ ഏത് കുട്ടിയായാലും ഇത്തരം സാഹചര്യത്തില് നമ്മൾ ആരായാലും രക്ഷിക്കില്ലേ? അതെ, അങ്ങനെ കരുതിയാ മതി. ചേച്ചി അകത്തോട്ട് ചെല്ലും. ശരി.
തുടങ്ങാം. ദുർഗ എവിടെ? അവൾ അപ്പുറത്ത് എവിടെങ്കിലും കാണും. എന്തെങ്കിലും ചെയ്യുവാവും. മുഹൂർത്ത സമയത്ത് മറ്റു ജോലികൾ ചെയ്ത് നടന്ന എങ്ങനെ ആരതി എടുക്കുന്നേ? കുടുംബത്തിലെ മൂത്ത സന്തതികൾ വേണം ആരതി എടുക്കാൻ. അങ്ങനെ ഒരു നിർബന്ധം വേണോ? ഞങ്ങൾ ആരെങ്കിലും എടുത്താ പോരെ തിരുമേനി? അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഓരോ ചടങ്ങുകൾക്കും അതിന്റേതായ ചിട്ടയും രീതിയൊക്കെ ഉണ്ട്. കുടുംബത്തിലെ മൂത്തയാൾ ചെയ്യേണ്ട കാര്യം മൂത്തയാൾ തന്നെ ചെയ്യണം. അതെ, ആ കാര്യത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. എന്ത് ചടങ്ങുകൾ വേണമെങ്കിലും ചെയ്യാം, തടസ്സമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒരു മടി? എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, ഒരു തടസ്സവും ഇല്ല. ദുർഗയെ വിളിക്കാം. നാത്തുനെന്തേ പറയുന്നത്? ദുർഗയെ വിളിക്കാനോ? ഇപ്പൊ അങ്ങനെ പറഞ്ഞാലേ പറ്റൂ. നീ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്ക്. ഒരു കാരണവശാലും ദുർഗ സ്റ്റേജിൽ കയറരുത്. അത് ഞാൻ ഏറ്റു. നിങ്ങൾ എന്താ മടിച്ചു നിൽക്കുന്നത്? ദുർഗയെ വിളിക്ക്, മുഹൂർത്തം കഴിയും. ദുർഗയെ വിളിക്ക്. അതെ, വേഗം വിളിക്കേ. ഓ ചെല്ലേ. ഞാനിപ്പോ വിളിക്കാം. ദുർഗേ, എന്താ അപ്പച്ചി? അഷിതയുടെ ചെറുക്കന്റെ വീട്ടുകാരെ നിന്നെ തിരക്കി വരും. അവര് ചിലപ്പോ നിന്നോട് അങ്ങോട്ട് വരാനും എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യാനും പറഞ്ഞാ നീ എന്തു ചെയ്യും? താളം ചവിട്ടല് നടത്തി നിനക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ ആ ചടങ്ങിൽ വെച്ച് ഞാൻ വൈലന്റ് ആവും. എല്ലാ ചടങ്ങുകളും മുടങ്ങുകയും ചെയ്യും. പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വരില്ല. ആ, വരാതിരുന്നാ എല്ലാവർക്കും കൊള്ളാം. ദുർഗെ, ഓ, എത്തിയോ? ദുർഗെ, ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്താ ചേച്ചി? താനെന്താ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് വരാതെ ഇവിടെ വന്നിക്കുന്നേ? ഞാനും അതെന്നെ ചോദിക്കുമായിരുന്നു. ദുർഗ വരൂ. മോതിരം മാറുന്ന ചടങ്ങിന് മുമ്പ് ആരതി എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് പെൺകുട്ടിയുടെ വീട്ടിലെ മൂത്ത മകൾ ചെയ്യണം എന്നുള്ളൊരു രീതിയാ. അതാ ഞങ്ങളുടെ ഒരു രീതി. അപ്പൊ ദുർഗ വേണം അത് ചെയ്യാൻ. അത് ശരിയാ. വാ ദുർഗെ, നീ വേഗം വന്ന് ആ ചടങ്ങ് ചെയ്ത് തീർക്ക്. ഞാൻ വന്നാ ശരിയാവില്ല. അത് വേണ്ട. അതെന്താ? ദുർഗയോട് ആരെങ്കിലും അവിടെ വരരുതെന്ന് വല്ലതും പറഞ്ഞോ? നവദുർഗേ